ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാനിന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൽ എൻ്റെ ബാലൻസും മറ്റു കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സീസൺ എയർ ഡ്രോപ്പിൻ്റെ ബാലൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങളും ഇത് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബാലൻസ് കാണിക്കും. അതല്ലെങ്കിൽ നിങ്ങളിവിടെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്ന ഹാംസ്റ്റർ ടോക്കൺസ് എത്ര എന്നുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് അൺലോക്ക് അൺക്ലെയിംഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടി സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പാസീവ് ഇൻകം, ഏൺ ടാസ്ക്, ഫ്രണ്ട്സ്, റെഫറൽസ്, അച്ചീവ്മെൻറ്റ്സ്, കീസ് എല്ലാം. അപ്പോൾ ഞാനിതിൽ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, മറിച്ച് കാർഡുകളാണ് ഞാൻ കൂടുതൽ ഇതിൽ കളക്ട് ചെയ്തത്. വേറെ കാര്യങ്ങളൊന്നും ഞാൻ ടൈം അധികം സ്പെൻഡ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും എനിക്ക് 4074 ടോക്കൺസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിഡ്രോവൽ സെക്ഷനിൽ നമ്മൾ ഓൾറെഡി ഞാനിപ്പോൾ ബൈനാൻസ് ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലെയിമിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്കിയുള്ള എക്സ്ചേഞ്ചുകളെല്ലാം ഇതിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബൈനാൻസ് എക്സ്ചേഞ്ച് കൊടുത്ത ആളുകൾ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രേഡിംഗ് ഓൺ ദ ഗോ എനി ടൈം ഓവർ 220 മില്യൺ യൂസർ ട്രസ്റ്റ് ബൈനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് എൻഡ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിൽ ലിങ്ക് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 24th ബൈനാൻസിൽ കൺഫർമേഷൻ ആണോ ഡിക്ലൈൻ ആണോ എന്ന് കാണിക്കും. അപ്പോൾ 24th ഏകദേശം 24 ആകുമ്പോൾ നമ്മളുടെ നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു എക്സ്ചേഞ്ചിലേക്ക് ഇത് വന്നിട്ടുണ്ടാകും. KYC ബൈനാൻസ് ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും ബൈനാൻസിൽ KYC കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അതിലേക്ക് അവർ ഡെപ്പോസിറ്റ് കൺഫർമേഷൻ തരുള്ളൂ. നമ്മളുടെയൊക്കെ ഓൾറെഡി ഇപ്പോൾ അതിൽ അത്യാവശ്യം ട്രേഡൊക്കെ ചെയ്യുന്നത് കാരണം KYC നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലാത്ത ആളുകൾ KYC ഇല്ലാത്ത എക്സ്ചേഞ്ചുകളിൽ ലിങ്ക് ചെയ്ത ആളുകൾ ആ ഒരു എക്സ്ചേഞ്ച് 24-ാം തീയതി നോക്കുക. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് കംപ്ലീറ്റഡ് ഡേറ്റ് സെപ്റ്റംബർ 26 കാണിക്കുന്നുണ്ട്. ട്രേഡിംഗ് സ്റ്റാർട്ട് ഡേറ്റും 26 തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ യുവർ ടോക്കൺ വിൽ ബി ഡെപ്പോസിറ്റഡ് ടു ബൈനാൻസ് ഇത്രയും എമൗണ്ട് ആണ് കാണിക്കുന്നത്. നേരത്തെ 4000 കാണിച്ചു. അതിലൊരു കുറച്ച് എമൗണ്ട് ലോക്കിംഗ് പീരീഡ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം, എന്താണെന്നറിയില്ല. ഏറ്റവും താഴെ യുവർ ടോക്കൺസ് വിൽ ബി ഡെപ്പോസിറ്റഡ് ടു ബൈനാൻസ് എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എയർ ഡ്രോപ്പ് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സീസണാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള എയർ ഡ്രോപ്പൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്ചേഞ്ചിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾ വിൽക്കാതിരിക്കുക. കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതിൻ്റെ ട്രേഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. കാരണം അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റി ഉള്ളത് കാരണം, പ്രോജക്റ്റുകളൊക്കെ ഒരുപാട് ഉള്ളത് കാരണം തീർച്ചയായിട്ടും പ്രൈസിൽ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്കിതിനു മുമ്പ് ഒരു എയർ ഡ്രോപ്പിൽ ഇതുപോലെ പണി കിട്ടിയതാണ്. ഞാൻ പെട്ടെന്ന് വിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു 5-6 ഇരട്ടി എമൗണ്ട് മാറിയിട്ടുണ്ടായിരുന്നു. AME എന്നൊക്കെ പറഞ്ഞിട്ടൊരു എയർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. കുറേ നാളിന് മുമ്പ്, ഒരു 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തതാണ്. അതിൽ ഏകദേശം ഒരു 30,000 രൂപ, ഇന്ത്യൻ മണി 30,000 രൂപ വന്നപ്പോൾ തന്നെ ഞാനത് ട്രേഡ് ചെയ്ത് സെല്ല് ചെയ്ത് USDT ആക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു മാസത്തിന് ശേഷം അതിൻ്റെ ട്രേഡിങ്ങിൻ്റെ ലെവൽ മാറി. ഏകദേശം ആ സമയം ഞാൻ വിൽക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ കിട്ടിയതിന് അത്രയും എമൗണ്ട് അതിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ജെന്യുവനായിട്ട് കിട്ടുന്ന എയർ ഡ്രോപ്പുകളെല്ലാം നിങ്ങൾ കിട്ടുന്നപ്പോൾ തന്നെ സെൽ ഔട്ട് ചെയ്യാതെ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ മാർക്കറ്റിൻ്റെ കണ്ടീഷനും എല്ലാം നോക്കിയിട്ട് അത്യാവശ്യം നല്ല റേറ്റ് വരുമ്പോൾ മാത്രം സെല്ല് ചെയ്യുക. ഓക്കെ, ഇതെന്തായാലും അത്യാവശ്യം ഇനിയും പ്രോജക്റ്റുകൾ ഉള്ള ഒരു എയർ ഡ്രോപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഗൂഗിൾ പ്ലേയിലും ഒരുപാട് ഗെയിംസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇതിനുണ്ട്. അതിനനുസരിച്ച് ഇവർക്കും വരുമാനം ലഭിക്കും. ഇപ്പോൾ ഗൂഗിൾ പ്ലേയിലൊക്കെ ഇതുപോലെ ഗെയിമുകൾ അപ്ലോഡ് ചെയ്തിട്ട ആളുകൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൊണ്ട് ഗെയിം കളിപ്പിക്കും. അതിനനുസരിച്ച് അവർക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കും. അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആയിരിക്കും ഇവർ എയർ ഡ്രോപ്പ് പോലെ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അതിലൂടെയും നല്ല രീതിയിലുള്ള ഗൂഗിൾ ആഡ്സെൻസിൻ്റെ റവന്യൂ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരു ചെറിയൊരു ശതമാനമായിരിക്കും എയർ ഡ്രോപ്പ് പോലെ ഇവർ തരുന്നത്. അപ്പോൾ ഇനിയുള്ള സീസൺസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല എയർ ഡ്രോപ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഹാംസ്റ്റർ അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടതുപോലുള്ള ബൈനാൻസിൻ്റെ തന്നെ മൂൺബിക്സും എംപയറും എന്ന് പറയുന്ന ഇതും നിങ്ങൾ ആ 2 എയർ ഡ്രോപ്പുകളും നിങ്ങൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്ത ആളുകൾ, അത് ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ എയർ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ വിൽക്കാതിരിക്കുക. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക. റേറ്റ് ഒക്കെ മാറുന്ന നല്ല റേറ്റ് വരുമ്പോൾ അപ്പോൾ തന്നെ ട്രേഡ് ചെയ്ത് ക്യാഷ് ആക്കി അല്ലെങ്കിൽ USDT ആയിട്ട് മാറ്റുക. ബൈനാൻസിലോ അല്ലെങ്കിൽ ഇപ്പോൾ വാസ്റക്സ് പോലത്തെ ഇന്ത്യൻ വെബ്സൈറ്റുകൾ ഇപ്പോൾ ഡൗൺ ആണ്. ഒരു ഹാക്കിംഗ് നടന്നതിൽ പിന്നെ അവരിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ അത് റീഓപ്പൺ ആവും.
അപ്പോൾ വാസറക്സ് ഒക്കെ റീ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതുപോലുള്ള എക്സ്ചേഞ്ചുകൾ ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇന്ത്യൻ റുപ്പിയായിട്ട് മാറ്റാൻ സാധിക്കും. അതുവരെ നമ്മൾ ബൈനാൻസ് പോലുള്ള നല്ല നല്ല എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുക, USDT ഒക്കെ ആയിട്ട് ട്രേഡ് ചെയ്ത് മാറ്റി വെക്കുക. ഓക്കെ, എങ്ങനെ നമ്മുടെ ബൈനാൻസിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആകുമ്പോൾ എങ്ങനെ അത് ട്രേഡ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എങ്ങനെ അത് ട്രേഡ് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജെന്യുവിനായിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് തന്നെയായിരുന്നു. ഇതുപോലെ കുറച്ച് നല്ല എയർ ഡ്രോപ്പുകൾ ഇനിയും ഉണ്ട്. ഞാൻ കുറേ നാളായിട്ട് ചെയ്യാതിരിക്കുകയാണ്, ഇതിൻ്റെ ജെന്യുവിനിറ്റി പറഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ല നല്ല എയർ ഡ്രോപ്പ് വരികയാണെങ്കിൽ ഇനിയും ഞാൻ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.